ഓട്ടം വേണം, ചാട്ടം വേണം, ബാഡ്മിന്റൺ വേണം, ഇതെല്ലാം വേണം. എപ്പോഴാണ്? ഒരു ദിവസത്തേക്കല്ല, എല്ലാ ദിവസവും നമ്മളിൽ ഒരു ആക്ടിവിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലഹരി മാഫിയയുടെ പിടിയിൽപ്പെടാതിരിക്കാൻ പറ്റൂ. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മോഷ്ടിക്കാൻ ഇറങ്ങിയ മധു എന്ന ചെറുപ്പക്കാരനെ കെട്ടിയിട്ട് മർദ്ദിച്ചു കൊന്നു. വാർത്ത കേട്ടോ? വാർത്ത അറിയാം കുറിച്ച്. അങ്ങനെ ചെയ്തപ്പോ എന്തിനാണ്? എന്തിനു വേണ്ടിയായിരുന്നു? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മോഷ്ടിക്കാൻ ഇറങ്ങിയതാണ്, അയാളെ കൊന്നു. ഇത് മനസ്സിലാക്കുക. നമ്മുടെയൊക്കെ പരിസരത്ത് നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ സ്കൂട്ടറിനകത്ത് ബൈക്കിനകത്ത് വന്നിങ്ങനെ കാത്തു നിൽക്കും. അവൻ ഉദ്ദേശിച്ച ആളിന് ഈ ലഹരി സാധനം വിൽക്കുന്നതിന് വേണ്ടി. നമ്മളത് കണ്ടു, കാണാത്ത മട്ടിൽ നമ്മൾ നടന്നു പോകും. അപ്പം ഒരാളുടെ ആഹാരത്തിന് വേണ്ടി മോഷ്ടിക്കുന്ന ആളിനെ കൊല്ലാൻ തയ്യാറായ നമ്മൾ ഈ ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലാൻ തയ്യാറായി അവർക്ക് ഈ ലഹരി വിൽക്കാൻ വെക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പേന ഉണ്ടെങ്കിൽ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. കേരള പോലീസിന്റെ യോദ്ധാവ് എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. അത് താഴെ വരുമ്പോൾ നിങ്ങൾ എഴുതിയെടുക്കണം. എന്റെ സൈക്കിളിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ടുണ്ട്. യോദ്ധാവ് എന്ന് പറഞ്ഞ നമ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ആ യോദ്ധാവിന്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുന്ന ആരാണെന്ന് അറിയാതെ തന്നെ ആ നമ്പർ പ്രകാരം ആ കുറ്റവാളിയെ പോലീസ് പിടിച്ച് ജയിലിലടയ്ക്കുന്നതാണ്. മാഫിയയ്ക്കകത്ത് ഒരുപാട് പേരുണ്ട്. ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾ ഈ മാഫിയയുടെ ഒരു കണ്ണിയാണ്. രണ്ടാമത് അവർക്ക് വിതരണം ചെയ്യുന്ന ആൾക്കാർ രണ്ടാമത്തെ കണ്ണികളാണ്. പിന്നീട് ഇവരെ പോലീസ് പിടിച്ച് ജയിലിലടയ്ക്കുമ്പോഴത്തേക്ക് അവരെ പുഷ്പം പോലെ ഇറങ്ങിക്കൊണ്ട് പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതാരാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. പുഷ്പം പോലെ ജയിലിൽ നിന്ന് അവരെ ഇറക്കിക്കൊണ്ട് പോകുന്ന ഒരു വിഭാഗമുണ്ട്. അതും ഈ മാഫിയയുടെ ഒരു മൂന്നാമത്തെ കണ്ണിയാണ്. ഇത് നാലാമത്തെ കണ്ണിയാണ്. ഇതിനെ ബൾക്കായിട്ട് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ആള്. അത് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ അവസാനം പറഞ്ഞ മൂന്നാമത്തെയും നാലാമത്തെയും കണ്ണികളൊന്നും ഈ സാധനം ഉപയോഗിക്കില്ല. കാരണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകുന്ന അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ഉപയോഗിക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ മാഫിയയെ പരാജയപ്പെടുത്തേണ്ട യോദ്ധാക്കളാണ് നമ്മൾ ഓരോ ആൾക്കാരും എന്ന ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ മാതാപിതാക്കളെ പേടിപ്പിക്കാത്ത മക്കളായിട്ട് മാറുക. അവർക്ക് നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കുമ്പോൾ, ഈ പ്രായത്തിൽ എനിക്ക് മൊബൈൽ വേണം പ്രത്യേകിച്ച് വാശി പിടിക്കുമ്പോൾ അവർ ആ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വാങ്ങി തരുന്നെങ്കിൽ, നിങ്ങൾക്ക് പ്രായപൂർത്തിയാവാത്ത സമയത്ത് നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കണമെന്ന് നിങ്ങൾ നിർബന്ധം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബൈക്ക് തരുന്നെങ്കിൽ അതിലൊരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങളെ പേടിച്ചിട്ടാണ്. നിങ്ങളെ പേടിച്ച് മാത്രമാണ് അവരിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്നേഹിച്ച് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് തരുന്ന ഒരു സമയമുണ്ട്. അത് നിങ്ങൾ അമ്മിഞ്ഞ പാലിന് വേണ്ടി 2 വയസ്സ് വരെ കരഞ്ഞ സമയത്ത് തരുന്നത്, അതിനുശേഷം നിങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾ തന്നത്, അതൊക്കെ നിങ്ങൾക്ക് സ്നേഹത്തോട് തന്നതാണെങ്കിൽ ഈ പറയുന്ന മൊബൈലും ഈ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് തരുന്ന ബൈക്കിന്റെ ചാവിയും ഒക്കെ അവര് നിങ്ങളെ പേടിച്ചിട്ട് തരുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പൊസിഷനിൽ എത്തുന്നതിന് വേണ്ടിയാണ് മാതാപിതാക്കൾ ചെയ്യുന്നത്. ആ മാതാപിതാക്കളെ നമ്മൾ പേടിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ മനസ്സിൽ കൊണ്ടുവച്ചേക്കുക. അവരെ പേടിപ്പിക്കാതെ, നമ്മുടെ മാതാപിതാക്കളെ പേടിപ്പിക്കാതെ അവരുടെ സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ ജീവിക്കാൻ നിങ്ങൾ കുറെ ത്യാഗങ്ങൾ സഹിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. നമ്മളെ കുടുംബത്തിന് വേണ്ടി ലഹരി ഇല്ലാത്തൊരു ജീവിതം സ്വപ്നം കാണുക. നിങ്ങളെല്ലാം അങ്ങനെയാണ് എന്ന് കേൾക്കാനാണ് എനിക്കിഷ്ടം. ലഹരി ഇല്ലാത്ത ജീവിതം ആണോ? മാതാപിതാക്കളെ കരയിക്കാൻ നിങ്ങൾ തയ്യാറാണോ? മാതാപിതാക്കളെ കരയിക്കാൻ തയ്യാറാണോ? എന്നാ ഒരു പ്രതിജ്ഞ എന്ന് പറഞ്ഞേ, ഇരുന്നോണ്ട് പറഞ്ഞാൽ മതി. നെഞ്ചിൽ കൈവച്ചോണ്ട് പറയുക, ഞാൻ പുകവലിക്കില്ല. അപരിചിതരായ ആൾക്കാർ തരുന്ന ജ്യൂസ് ഞാൻ കഴിക്കില്ല. മാതാപിതാക്കളെ കരയിക്കില്ല, പേടിപ്പിക്കില്ല. ജയ് ഹിന്ദ്.